നമസ്കാരം. നമ്മളിന്ന് ബികോമിന്റെ സെക്കൻഡ് സെമസ്റ്റർ ഹിന്ദിയിലെ ആദ്യ ക്ലാസ്സാണ്. അപ്പം ഇതിലെ ഗദ്യ ഭാഗം ആയിരുന്നു ഫസ്റ്റ് സെമസ്റ്റർ ഉണ്ടായിരുന്നത്. പദ്യ ഭാഗമാണ് സെക്കൻഡ് സെമസ്റ്ററുള്ളത്. അപ്പം അതിലെ ആദ്യത്തെ പാഠം എന്ന് പറയുന്നത് കബീർദാസിന്റെ ദോഹയാണ്. കബീർദാസിന്റെ 4 ദോഹകളാണ് നമുക്ക് പഠിക്കാനായിട്ട് ഉള്ളത്. അപ്പോൾ ഈ ദോഹ എന്ന് പറഞ്ഞാൽ തന്നെ എന്താണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ദോ എന്ന വാക്കിന്റെ അർത്ഥം രണ്ട് ലൈൻസ് ഉള്ളൂ. അപ്പോൾ ഈ 2 ലൈൻസ് ഉള്ളുവെങ്കിലും വലിയ ആശയങ്ങൾ ഈ 2 ലൈനിൽ അടങ്ങിയിട്ടുണ്ടാവും എന്നുള്ളതാണ്. അതുപോലെ തന്നെ ഓരോ ദോഹയും സ്വതന്ത്രമാണ്. അത് നമുക്ക് എവിടെയും എടുത്ത് ഉപയോഗിക്കാം എന്നുള്ളതൊക്കെയാണ് അതിന്റെ വലിപ്പക്കുറവ് മൂലം അത് പഠിക്കുവാനും ഓർമ്മയിൽ സൂക്ഷിക്കാനും ഒക്കെ എളുപ്പമാണ്. അതുപോലെ തന്നെ വലിയ രഹസ്യാത്മകമായിട്ടുള്ള അല്ലെങ്കിൽ വളരെ ഗഹനമായ സത്യങ്ങളൊക്കെ വളരെ സരളമായ രീതിയിൽ സാധാരണ ജനങ്ങൾക്ക് മനസ്സിലാകുന്ന രീതിയിലാണ് കബീർദാസ് ഇത് അവതരിപ്പിച്ചിരിക്കുന്നത് എന്നുള്ളതാണ്. അപ്പോൾ വലിയ വലിയ പണ്ഡിതന്മാരും വലിയ നേതാക്കന്മാരും ഒക്കെ കബീർദാസിന്റെ ദോഹകൾ അവരുടെ പ്രഭാഷണങ്ങളിലും അവരുടെ എഴുതുന്ന പുസ്തകങ്ങളിലും ഒക്കെ ഉപയോഗിക്കാറുണ്ട്. നമ്മുടെ ഇപ്പോഴത്തെ പ്രധാനമന്ത്രിയായ നരേന്ദ്രമോദി പലപ്പോഴും പ്രസംഗങ്ങളിൽ കബീർദാസിന്റെ ദോഹകൾ ഉപയോഗിക്കാറുണ്ട്. അതുപോലെ തന്നെ ഹിന്ദി പഠനം എന്ന് പറയുന്ന ഹിന്ദി സാഹിത്യ പഠനമാണെങ്കിൽ കബീർദാസിനെ ഒഴിച്ചിട്ട് നമുക്ക് അസാധ്യം തന്നെയാണ്. അപ്പൊ അത്രത്തോളം വലിയ സ്ഥാനം കബീർദാസിന്റെ ദോഹകൾക്ക് ഉണ്ട് എന്നുള്ളതാണ്. അപ്പൊ നമ്മൾ ഇത് പഠിക്കുന്നതിന് മുമ്പായിട്ട് നമ്മൾ കബീർദാസിനെ കുറിച്ച് കബീർദാസ് ആരായിരുന്നു എന്നൊക്കെ നമ്മളൊന്ന് അറിഞ്ഞിരിക്കണം. കബീർദാസ് ഭക്തികാലിലെ ഒരു ഏറ്റവും പ്രധാനപ്പെട്ട കവി എന്ന് തന്നെ പറയാം. നമ്മൾ ഹിന്ദി സാഹിത്യത്തെ 4 കാലഘട്ടങ്ങളായിട്ട് തിരിച്ചിട്ടുണ്ട്. ആദികാല, ഭക്തികാല, രീതികാല, ആധുനിക കാലം. ഇതിലെ ഭക്തികാലിലെ നിർഗുണ ഭക്ത കവിയായിരുന്നു കബീർദാസ് എന്ന് പറയുന്നത്. നിർഗുണ ഭക്തി എന്ന് ഉദ്ദേശിക്കുന്നത് നിരാകാരനായ ഈശ്വരനെ ആണ്. അല്ലെ, പ്രത്യേകിച്ച് ഏതെങ്കിലും ഒരു രൂപമായിട്ട് ഏതെങ്കിലും ഒരു വ്യക്തിയായിട്ട് അല്ല ഈശ്വരനെ കാണുന്നത്. എല്ലാത്തിലും വസിക്കുന്ന പരബ്രഹ്മം എന്ന രീതിയിൽ നമ്മൾ പറയുന്ന ആ ഒരു കാഴ്ചപ്പാട്, എല്ലാത്തിലും ഈശ്വരനെ കാണാൻ കഴിയുന്ന നിർഗുണമായ രൂപരഹിതനായ ഒന്നാണ് ഈശ്വരൻ എന്നൊരു സങ്കല്പം. അങ്ങനെയുള്ള വിശ്വാസക്കാരനായിരുന്നു ഈ കബീർദാസ്. അപ്പൊ അദ്ദേഹം ഒരു സന്യാസിയും അതുപോലെ തന്നെ കവിയുമാണ്. അതുപോലെ ഇത് പറയപ്പെടുന്നത് അദ്ദേഹം പഠേ ലിഖേ നഹി ഥേ എന്നാണ്. അദ്ദേഹം എഴുത്തും വായനയൊന്നും പഠിച്ചിട്ടില്ല. പിന്നെ അദ്ദേഹത്തിന്റെ രചനകളൊക്കെ അദ്ദേഹത്തിന്റെ ശിഷ്യന്മാർ എഴുതപ്പെട്ടതാണ് ഈ ലേഖനങ്ങൾ അല്ലെങ്കിൽ ഈ ദോഹകളൊക്കെ എന്ന് പറയപ്പെടുന്നു. അപ്പോൾ അതുപോലെ അദ്ദേഹത്തിന്റെ ഇതില് ബാഹ്യ ആഡംബർ, മൂർത്തി പൂജ, ധാർമ്മിക് റൂഢിയോം കെ കട്ടർ വിരോധി. അപ്പോൾ സമൂഹത്തിൽ നിരന്നിരുന്ന അനാചാരങ്ങൾക്കൊക്കെ എതിരെ ഒക്കെ അദ്ദേഹം തന്റെ ദോഹയിലൂടെ വലിയ വിപ്ലവകരമായിട്ടുള്ള മാറ്റത്തിനായിട്ടുള്ള ഒരു പരിശ്രമം അദ്ദേഹം നടത്തി. അതുകൊണ്ട് അദ്ദേഹത്തെ ഒരു സാമൂഹ്യ പരിഷ്കർത്താവ് എന്നും നമുക്ക് വിശേഷിപ്പിക്കാനായിട്ട് സാധിക്കും. നമ്മുടെ കേരളത്തിൽ ഇപ്പോൾ ശ്രീനാരായണ ഗുരു ചെയ്തതുപോലെയൊക്കെയുള്ള വലിയ തന്റെ കാവ്യ അല്ലെങ്കിൽ ഈ ദോഹയിലൂടെ അദ്ദേഹം ആ പ്രവർത്തനങ്ങളൊക്കെ ചെയ്തു എന്ന് പറയാം. ഹിന്ദു മുസ്ലിം ഏകതാക്കെ ബഡെ സമർത്ഥക് ഭി ഥേ എന്നാണ് പറയുന്നത്. ഹിന്ദു മുസ്ലിം ജനങ്ങളുടെ ഐക്യത്തിന് വേണ്ടിയിട്ട്, മതസൗഹാർദ്ദത്തിന് വേണ്ടിയിട്ട് അദ്ദേഹം തന്റെ ദോഹയിലൂടെ പരിശ്രമിച്ചു. അതുപോലെ തന്നെ ദർശൻ കി ജഡിൽ ബാത്തോं को भी जनभाषा में सुबोध ढंग से प्रस्तुत करने में वे ജനകവി സിദ്ധ് ഹുയി എന്നാണ്. അപ്പോൾ സാധാരണ ജനങ്ങൾക്ക് മനസ്സിലാകുന്ന രീതിയിൽ വലിയ ഗഹനമായ തത്വങ്ങളെയൊക്കെ അദ്ദേഹം സരളമായ രീതിയിൽ ദോഹയിലൂടെ അവതരിപ്പിച്ചു എന്ന് വേണം പറയാൻ. അപ്പൊ അത് ഇദ്ദേഹത്തിന്റെ ഈ കാവ്യ സംഗ്രഹത്തെ അറിയപ്പെടുന്നത് ബീജക് എന്ന പേരിലാണ്. അപ്പൊ ഈ ബീജക് എന്നതിന് 3 ഭാഗങ്ങളുണ്ട്. ഇസ്കെ 3 ഭാഗ്. അത് സാഖി, സബദ് ഓർ റമൈൻ എന്നാണ്. അതിലെ സാഖി എന്ന് വെച്ചാൽ അതിന്റെ അർത്ഥം സാക്ഷി യാ സാക്ഷാത് അനുഭവം. അപ്പോൾ അതായത് നേരിൽ കണ്ടതും നമ്മുടെ അനുഭവത്തിലൂടെ നേടിയ കാര്യങ്ങളൊക്കെയാണ് അദ്ദേഹം ഈ സാഖിയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അപ്പൊ ഈ സാഖിയിലെ ആണ് 4 ദോഹകളാണ് നമുക്ക് പഠിക്കാനായിട്ട് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ അദ്ദേഹം അറിവ് നേടിയത് മഹാപുരുഷന്മാരുടെ സാന്നിധ്യത്തിലൂടെയും അവരുടെയൊക്കെ അതുപോലെ സ്വന്തം അനുഭവങ്ങളിലൂടെയും നിരവധി യാത്രകളൊക്കെ നടക്കുകയും ഒത്തിരി സ്ഥലങ്ങളൊക്കെ ചുറ്റി സഞ്ചരിക്കുകയും ഒക്കെ ചെയ്തതിന്റെ വെളിച്ചത്തിലുള്ള അറിവാണ് അദ്ദേഹത്തിനുള്ളത്. അപ്പോൾ അദ്ദേഹം പേനയും മഷിയും
ഒന്നും കൈകൊണ്ട് പോലും തൊട്ടിട്ടില്ല, അക്ഷരാഭ്യാസം പോലും ഇല്ല എന്നാണ് പറയപ്പെടുന്നത്. എന്നിട്ടും അദ്ദേഹത്തിന് ഇത്രയധികം അറിവ് അദ്ദേഹത്തിന്റെ ദോഹകളിലൂടെ അദ്ദേഹം നൽകി എന്ന് പറയുന്നത് അദ്ദേഹം തന്റെ അനുഭവത്തിലൂടെ നേടിയതാണ്. അപ്പൊ അതിലെ 4 ദോഹകളാണ് നമുക്ക് ഈ പാഠത്തില് സാഹിത്യസാഗർ എന്നുള്ള പുസ്തകത്തിൽ നമുക്ക് പഠിക്കാനായിട്ട് നൽകിയിരിക്കുന്നത്. അപ്പൊ നമുക്ക് ആദ്യത്തെ ദോഹ നോക്കാം. അപ്പൊ ഞാൻ ആദ്യത്തെ ദോഹ ഒന്ന് വായിക്കാം. സുഖിയ സബ് സംസാർ ഹേ ഖായേ അരു സോവേ, ദുഖിയ ദാസ് കബീർ ഹേ ജാഗേ അരു രോവേ. ഒന്നുകൂടെ വായിക്കാം. സുഖിയ സബ് സംസാർ ഹേ ഖായേ അരു സോവേ, ദുഖിയ ദാസ് കബീർ ഹേ ജാഗേ അരു രോവേ എന്നാണ്. അപ്പൊ ഇതിന് അതിലെ ഓരോ വാക്കുകളുടെയും അർത്ഥം മനസ്സിലാക്കിയാൽ ഇത് വളരെ സിമ്പിളാണ്. അപ്പൊ നോക്കാം. ഒന്നാമത്തെ, സുഖിയ സബ് സംസാർ. സുഖിയ സബി സംസാർ സുഖ സെ जी रहा है, खाए और सोवे. ഖാത്തെ ഖായെ ഖാന ഓർ സോവെ എന്ന് പറഞ്ഞാൽ സോന എന്നാണ്. അപ്പോൾ ഖാന പീന അല്ലെങ്കിൽ ഖാത്തെ ഓർ പീത്തെ ഹുയെ സബി ലോഗ് സുഖ് സെ ജി രഹാ ഹെ ഈ സംസാർ മേ. അല്ലെ, ആളുകൾ എല്ലാവരും തിന്നുകയും കുടിക്കുകയും ഒക്കെ ചെയ്ത് ഇങ്ങനെ സന്തോഷത്തോടെ ജീവിതം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ആളുകൾ മറ്റൊന്നിനെക്കുറിച്ച് യാഥാർത്ഥ്യത്തെക്കുറിച്ചോ ഒന്നും ചിന്തിക്കുന്നില്ല എന്നുള്ളതാണ്. അതായത് മൃഗങ്ങൾക്ക് തുല്യമായിട്ടുള്ള ഒരു ജീവിതമാണ്. മൃഗങ്ങൾക്ക് എന്താണ്, ഭക്ഷണം കിട്ടിക്കഴിഞ്ഞാൽ മതി, അതിനുള്ള ഭക്ഷണം കിട്ടിക്കഴിഞ്ഞാൽ അതിന് ഉറക്കം, പിറ്റേ ദിവസം ഭക്ഷണം കഴിക്കുക, അങ്ങനെ രീതിയിലുള്ള ജീവിതം എന്ന് പറഞ്ഞാൽ മൃഗതുല്യമായ ജീവിതമാണ്. അത്തരത്തിലുള്ള ഒരു സ്വന്തം സുഖം മാത്രം നോക്കിയുള്ള ഒരു ജീവിതമാണ് ലോകത്തിലെവിടെയും കാണാൻ സാധിക്കുന്നത്. ദുഖിയ ദാസ് കബീർ ഹേ ജാഗേ അരു രോവേ. ദുഖിയ ദാസ് കബീർ. അപ്പൊ കബീർദാസ് ദുഖിയ ഹെ, ദുഃഖ സെ ജി രഹാ ഹെ. इसका कारण क्या है? ജാഗേ അരു രോവേ. അപ്പൊ എന്താണ്? ജാക്കർ റഹ്താ ഹെ ഓർ റോത്താ ഹെ കബീർദാസ്. അപ്പൊ കബീർദാസിന് ഈ യാഥാർത്ഥ്യങ്ങളെ കുറിച്ച് അറിയാം. ജാഗ്തേര്, അപ്പൊ ഉള്ളിൽ ജ്ഞാനം ഉള്ള വ്യക്തിയാണ് കബീർദാസ്. അപ്പൊ കബീർദാസിന് യാഥാർത്ഥ്യത്തെ പറ്റിയുള്ള ബോധ്യമുണ്ട്. അപ്പം മറ്റുള്ളവർക്ക് അതില്ലാത്തത് കൊണ്ട് അവര് സാധാരണക്കാരായിട്ടുള്ള ബഹുഭൂരിപക്ഷ ആളുകളും യാഥാർത്ഥ്യത്തെക്കുറിച്ച് തിരിച്ചറിയാതെ, ഈശ്വരനെ കുറിച്ചുള്ള സത്യത്തെ തിരിച്ചറിയാതെ ജീവിതം മുഴുവൻ തിന്നും കുടിച്ചും അല്ലെങ്കിൽ അതിനുവേണ്ടി സ്വന്തം കാര്യങ്ങൾക്കും വേണ്ടി മാത്രം ഇങ്ങനെ ജീവിച്ചു കൊണ്ടുപോയിരിക്കുകയാണ്. അപ്പോൾ യഥാർത്ഥം എന്ന് പറയുന്നത് ഇവിടെ ഉദ്ദേശിക്കുന്നത് നമ്മൾ ഈശ്വരൻ എന്ന് പറയുന്നത് എല്ലാവരിലും ഈശ്വരനുണ്ട് എന്നൊക്കെയുള്ള ആ സന്ദേശം, എല്ലാ വസ്തുവിലും ഈശ്വരനുണ്ട്, എല്ലാ വ്യക്തികളിലും ഈശ്വരൻ അടങ്ങിയിട്ടുണ്ട്. ഇങ്ങനെയുള്ള സത്യങ്ങളൊന്നും ആളുകൾ പൂർണ്ണമായും മനസ്സിലാക്കുന്നില്ല. കബീർദാസിന് ആ ജ്ഞാനമുള്ളതുകൊണ്ട് അറിയാം. അപ്പൊ ആളുകൾ പരസ്പരം സ്വന്തം കാര്യവും മറ്റുള്ളവർക്ക് മോശമായ അല്ലെങ്കിൽ ദോഷമൊക്കെ ചെയ്യുകയും അവനവന്റെ നേട്ടത്തിന് വേണ്ടി എന്തും ചെയ്യാം, മാർഗം കുഴപ്പമില്ല, തന്റെ ലക്ഷ്യം നന്നായ മതി എന്നൊക്കെയുള്ള ഒരു കാഴ്ചപ്പാടിലൂടെ ആളുകൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ ആ കാഴ്ചപ്പാടിലൂടെ പോകുമ്പോൾ നമ്മുടെ യഥാർത്ഥ സത്യത്തെ തിരിച്ചറിയാതെ മനുഷ്യർ മുന്നോട്ട് പോകുന്നു എന്നത് കാണുമ്പോൾ അതാണ് കബീർദാസിന് വലിയ വിഷമം ഉണ്ടാക്കുന്നു എന്നാണ്. അപ്പൊ അതാണ് കബീർദാസ്. ദുഃഖിയ ദാസ് കബീർ. കബീർദാസ് ഇതിന് ദുഃഖം ഉണ്ടാക്കുകയാണ്. ആളുകൾ ഇങ്ങനെ സുഖവും സന്തോഷത്തോടെ മുന്നോട്ട് പോകുമ്പോഴും കബീർദാസിന് ദുഃഖം വരാൻ കാരണം ആളുകൾ യഥാർത്ഥ സത്യത്തെ അറിയുന്നില്ലല്ലോ എന്നുള്ളതാണ്. അപ്പോൾ ഇതാണ് ഈ 2 ലൈൻസിന്റെ അർത്ഥം എന്ന് പറയുന്നത്. അപ്പൊ നമ്മൾ അർത്ഥമായിട്ട് പറയുമ്പോൾ വളരെ ചെറിയ ഇതുള്ളൂങ്കിലും പക്ഷെ അതിന്റെ വ്യാഖ്യ നമുക്ക് പറയുമ്പോൾ വേണമെങ്കിൽ മണിക്കൂറുകളോളം വേണമെങ്കിൽ പറയാം എന്നുള്ളതാണ്. അപ്പോൾ അതിന്റെ കബീർദാസിന്റെ ദോഹ ഒരിക്കൽ കൂടെ ഞാൻ വായിക്കാം. സുഖിയ സബ് സംസാർ ഹേ ഖായേ അരു സോവേ, ദുഖിയ ദാസ് കബീർ ഹേ ജാഗേ അരു രോവേ. അപ്പോഴത് ഹിന്ദിയിൽ ഒന്ന് പറയാം. ഇപ്പൊ പറഞ്ഞ മലയാളത്തിൽ പറഞ്ഞത് തന്നെ നമ്മൾ ഹിന്ദിയിൽ എഴുതുമ്പോൾ എങ്ങനെ പറയും? കബീർ സംസാർ കി അവസ്ഥ ദേക്കർ ദുഃഖി. കബീർദാസ് ഈ ലോകത്തിന്റെ അവസ്ഥ കണ്ട് വളരെ ദുഃഖിതനാണ്. സംസാർ കെ സബ് ലോഗ് ഖാക്കർ ഓർ സോക്കർ അപ്നാ ജീവൻ ബിതാത്ത ഹെ. ആളുകള് തന്റെ ജീവിതം മുഴുവൻ കുടിച്ചും തിന്നും കുടിച്ചും ഉറങ്ങിയും ജീവിതം ഇങ്ങനെ തീർത്തുകൊണ്ടിരിക്കുകയാണ്. ഓർ സമസ്തേ ഹെ കി വേ സുഖി ഹെ. അപ്പൊ അവര് ചിന്തിക്കുന്നത് ഇതാണ് യഥാർത്ഥ സുഖം എന്ന് പറയുന്നത് ഇത് തന്നെയാണെന്നാണ് അവര് ചിന്തിക്കുന്നത്.
कबीरदास कहते हैं कि मैं सचेत रहकर संसार के लोगों के अज्ञानपूर्ण व्यवहार को देखकर दुखी होता हूँ. അപ്പോൾ കബീർദാസ് പറയുന്നത്, ഞാനിങ്ങനെ അറിവുള്ളവനായിട്ട് അല്ലെങ്കിൽ യാഥാർത്ഥ്യത്തെ തിരിച്ചറിഞ്ഞുകൊണ്ട് ബാക്കിയുള്ള ആളുകളുടെ അജ്ഞതയോടെയുള്ള അവരുടെ പെരുമാറ്റം കണ്ട് തനിക്ക് വിഷമമുണ്ടാകുന്നു എന്നുള്ള കാര്യമാണ് ഈ ദോഹയിൽ കബീർദാസ് പറയുന്നത്. ഇതാണ് ഒന്നാമത്തെ ദോഹ. ഇനി നമുക്ക് രണ്ടാമത്തെ ദോഹ ഒന്ന് വായിക്കാം. കബീർ സുമിരൻ സാർ ഹേ ഓർ സകല ജഞ്ചാൽ ആദി അന്തി സബ് സോധിയ ദൂജ ദേഖോ കാൽ. ഒന്നോടെ വായിക്കാം. കബീർ സുമിരൻ സാർ ഹേ ഓർ സകല ജഞ്ചാൽ ആദി അന്തി സബ് സോധിയ ദൂജ ദേഖോ കാൽ. അപ്പോൾ കബീർ സുമിരൻ സാർ, സുമിരൻ എന്ന് വെച്ചാൽ അതിന്റെ അർത്ഥം ഓർമ്മിക്കൽ, സ്മരൺ, ഓർമ്മ എന്നാണ്. കബീർ സുമിരൻ സാർ, സാർ എന്ന് വെച്ചാൽ സാരം. അപ്പോൾ കബീർദാസിന് സാരം അറിയാം, യാഥാർത്ഥ്യം അറിയാം എന്നുള്ളതാണ്. അതാണ് കബീർദാസ് സുമിരൻ സാർ ഹെ. അപ്പോൾ സാരഭൂത് വസ്തു എന്താണെന്നുള്ളത് കബീർദാസിനറിയാം. ഓർ സകല ജഞ്ചാൽ, അപ്പോൾ ബാക്കി ഉള്ള സകല ജഞ്ചാൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ വിഷമിപ്പിക്കുന്ന, ഓർമ്മിപ്പിക്കുന്ന, അല്ലെ ചിന്താക്കുഴപ്പം ഉണ്ടാക്കുന്ന കാര്യങ്ങൾ, പ്രതിസന്ധികൾ, ഇവയെക്കുറ്റി ഉള്ള എല്ലാത്തിനെ പറ്റിയുള്ള ഓർമ്മ അദ്ദേഹത്തിന്, യാഥാർത്ഥ്യം, എന്തുകൊണ്ടാണ് ഇത് വരുന്നത്, ഈ പ്രശ്നങ്ങളൊക്കെ മനുഷ്യന് നേരിടുന്ന പ്രശ്നങ്ങളുടെയൊക്കെ യഥാർത്ഥ കാരണം എന്തെന്നുള്ളത് കബീർദാസിനറിയാം. ആദി അന്തി സബ് സോദിയ, ആദിയും അന്തവും എല്ലാം, സബ് സോദിയ, സോദിയ എന്ന് വെച്ചാൽ ഒബ്സർവ്ഡ് എന്നാണ്. അപ്പൊ എല്ലാ കാര്യങ്ങളും ഒബ്സർവ് ചെയ്തു, ആദിയും അന്തവും എല്ലാം. ദൂജ ദേഖോ കാൽ, ദൂജ എന്ന് വെച്ച് കഴിഞ്ഞാൽ ദൂസര എന്നാണ്, മറ്റുള്ളത് അല്ലെ മറ്റ് അതേഴ്സ് എന്നാണ്. ദേഖ് ലിയ, ദേഖോ എന്ന് വെച്ചാൽ ദേഖ് ലിയ. കാൽ, വിനാശ് കാ സമയം എന്നാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. ദൂജ ദേഖോ കാൽ, വിനാശ് കാ കാൽ ദേഖ് രഹാ. അപ്പോൾ ഇവരിങ്ങനെ, കബീർദാസിന് ജ്ഞാനം ഉള്ളതുകൊണ്ട്, യഥാർത്ഥമായ കാഴ്ചയുള്ളതുകൊണ്ട് ഇവർ ചെന്നെത്താകുമ്പോൾ ഇത്തരത്തിൽ ജീവിതം മുന്നോട്ട് പോകുമ്പോൾ, ഇങ്ങനെ തിന്നും കുടിച്ചുമൊക്കെ ജീവിതം മുന്നോട്ട് പോകുമ്പോൾ, അതിൽ മാത്രം സ്വന്തം കാര്യം മാത്രം നോക്കി ഇങ്ങനെ മുന്നോട്ട് പോകുമ്പോൾ അവരുടെ ആദ്യം തുടക്കവും അവസാനവും ഒക്കെ അദ്ദേഹത്തിന് അറിയാം. ഇവർ എവിടെ ചെന്നെത്താൻ പോകുന്ന, അവരുടെ വിപത്ത് എത്ര ഭീകരമായ അവസ്ഥയിലേക്കാണ് അവർ ചെന്നെത്താൻ പോകുന്ന അവരുടെ ജീവിതം എന്നുള്ള കാര്യം അദ്ദേഹത്തിന് നല്ല സ്മരണയുണ്ട്, ഓർമ്മയുണ്ട്. കബീർദാസിന് ഓർമ്മയുണ്ട്, അല്ലെങ്കിൽ മനസ്സിലാവുന്നുണ്ട്. ഇതാണ് കബീർദാസിനെ അധികം വിഷമിപ്പിക്കുന്ന അല്ലെങ്കിൽ ദുഃഖിപ്പിക്കുന്ന കാര്യം. അപ്പൊ അതാണ് ഇതിലെ ഈ രണ്ടാമത്തെ ദോഹയിൽ പറഞ്ഞിരിക്കുന്നത്. ഒന്നുകൂടെ പറയാം. കബീർ സുമിരൻ സാർ ഹേ ഓർ സകല ജഞ്ചാൽ ആദി അന്തി സബ് സോദിയ ദൂജ ദേഖോ കാൽ. അപ്പൊ ഇതാണ്. അപ്പൊ ഇതിന്റെ ഹിന്ദിയിൽ പറയുമ്പോൾ എങ്ങനെ പറയും എന്ന് നോക്കാം. കബീർദാസ് യഹാം നാം സ്മരൺ കാ മഹത്വ ബതാത്തെ ഹെ. നമ്മൾ ഈശ്വരനെ എപ്പോഴും ഓർമ്മിക്കണം എന്നുള്ള ഒരു കാര്യമാണ് ഇതിൽ അടങ്ങിയിരിക്കുന്ന കാര്യം. അതായത് ഈശ്വരനെ കുറിച്ച് ഓർക്കാതെ തിന്നും കുടിച്ചും ഇങ്ങനെ ഉല്ലസിച്ച് സുഖിച്ച് മുന്നോട്ട് പോകുന്ന ലൗകിക ജീവിതത്തിനെ കുറിച്ചുള്ള അതിലെ വ്യർത്ഥതയാണ് ഇതിലൂടെ അദ്ദേഹം ഉദ്ദേശിക്കുന്നത്. കബീർദാസ് कहते हैं कि प्रभु का स्मरण ही जीवन का सार है. അപ്പൊ ഈശ്വര സ്മരണ, ഈശ്വര വിശ്വാസം അല്ലെ ഈശ്വരനെ ഭജിക്കലാണ് യഥാർത്ഥ ജീവിതത്തിന്റെ യഥാർത്ഥമായ അർത്ഥം എന്നാണ് കബീർദാസ് പറയുന്നത്. സംസാർ കെ ഓർ സബ് കാര്യ ബന്ധൻമേ ഡാൽനെ വാല ജഞ്ചാൽ മന്ത്ര. അപ്പോൾ ലോകത്തിലെ മറ്റു കാര്യങ്ങളെല്ലാം നമ്മളെ പ്രതിസന്ധിയിൽ അല്ലെങ്കിൽ വലയിൽ കൊടുക്കുന്ന കാര്യങ്ങളാണ് മറ്റുള്ളവയെല്ലാം, ലോകത്തിലെയെല്ലാം. मैंने ज्ञान का व्यापक क्षेत्र में दृष्टि डालकर उसके आदि से अंत तक. അപ്പോൾ അദ്ദേഹം ഈ തന്റെ അറിവിൻ്റെതായ ആ കാഴ്ചയിലൂടെ ഇതിന്റെ ആരംഭവും അവസാനവും എല്ലാം അദ്ദേഹം കണ്ടെത്തി എന്നുള്ളതാണ്. അതെങ്ങനെയാണ് അദ്ദേഹം കണ്ടെത്തിയത്? സന്യാസിമാർക്ക് അവരുടേതായ മാർഗങ്ങളുണ്ട് ഈശ്വര സാക്ഷാത്കാരത്തിന് വേണ്ടിയിട്ട്. അതിന് പല രീതിയിലുണ്ട്. ഒന്ന് ഹഠയോഗം, തീർത്ഥാടൻ, പൂജാപാട് ആദി സാധന കെ സമസ്ത സാധനവും കോ ദേഖ് ലിയ.
വധ ഇങ്ങനെയുള്ള എല്ലാ ആസനങ്ങളും ഭക്തി മാർഗങ്ങളും എല്ലാം പരീക്ഷിച്ച് അറിഞ്ഞ വ്യക്തിയാണ്. प्रभु के ना स्मरण के अतिरिक्त अन्य सभी मार्ग विनाश की ओर ले जाने वाले काल के समान है. അപ്പൊ ഈശ്വര സ്മരണ ഇല്ലാതെ നമ്മൾ മുന്നോട്ട് പോകുന്ന ഏത് മാർഗവും അവസാനം നമ്മുടെ വിനാശത്തിലേക്കാണ് എന്നാണ് അദ്ദേഹം പറയുന്നത്. അതുകൊണ്ട് ഏറ്റവും പ്രധാനം ഈശ്വര സ്മരണയാണ് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകേണ്ടത്. അതില്ലാതെയുള്ള ജീവിതം മുന്നോട്ട് പോകുന്നത് വിനാശത്തിലേക്ക് തന്നെയാണ് എന്നുള്ളതാണ്. അപ്പൊ അങ്ങനെ വലിയൊരു സന്ദേശമാണ് അതിലൂടെ നൽകുന്നത്. ഇനി നമുക്ക് മൂന്നാമത്തെ ദോഹ നോക്കാം. തൂ തൂ കർത്ത തൂ ഭയ്യ മുജ്മേ രഹി നഹൂ വാരി ഫേരി ബലി ഗൈ ജിദ് ദേക്കോ തിദ് തൂ. എന്നോടെ തൂ തൂ കർത്ത തൂ ഭയ്യ മുജ്മേ രഹി നഹൂ വാരി ഫേരി ബലി ഗൈ ജിദ് ദേക്കോ തിദ് തൂ. ഇപ്പൊ ഇവിടെ തൂ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്, നീ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് പരബ്രഹ്മത്തെയാണ്, ഈശ്വരനെയാണ്, ദ സുപ്രീം സോൾ എന്നാണ്. അതുപോലെ ഭയ, ഭയ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഹുവ എന്നാണ്, ആയിത്തീരുക എന്നാണ്. മേം എന്ന് വെച്ചാൽ ഇവിടെ ഞാൻ എന്നുള്ള അർത്ഥത്തിലല്ല, ഇൽ എന്നർത്ഥമാണ്. അതുപോലെ വാരി എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന്റെ അർത്ഥം ബലിഹാരി ഹോന എന്നാണ്. എന്ന് വെച്ചാൽ സ്വയം സമർപ്പിക്കുക എന്നുള്ളതാണ്. അതുപോലെ വാരി ഫേരി, ഫേരി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഭ്രമിൽ പെടുക, അല്ലെങ്കിൽ നമ്മൾ ചിന്താക്കുഴപ്പത്തിൽ അകപ്പെടുക എന്നുള്ളതാണ്. ജിദ് ദേഖോ എന്ന് വെച്ച് കഴിഞ്ഞാൽ ജഹാൻ ദേഖോ, എവിടെ നോക്കിയാലും. തിത്, തിതെന്ന് വെച്ച് കഴിഞ്ഞാൽ വഹാം അല്ലെങ്കിൽ ഉദർ. എന്താണ്? ജിദർ ദേഖോ വഹാം ഈശ്വർ ഹി ഹെ, എവിടെ നോക്കിയാലും അവിടെ എല്ലാം ഈശ്വരനെ നമുക്ക് കാണാനായിട്ട് സാധിക്കും. നമ്മുടെ ചുറ്റും നമ്മൾ കാണുന്ന എല്ലാത്തിലും ഈശ്വര അംശമുണ്ട് എന്നാണ്. മലയാളത്തിൽ നമ്മൾ പറയുന്നത് തൂണിലും തുരുമ്പിലും ഈശ്വരനുണ്ട് എന്ന് പറയാറുണ്ട്. എന്ന് പറയുന്ന അതേ ഒരു കാഴ്ചപ്പാടാണ് ഇവിടെ കബീർദാസ് മുന്നോട്ട് വയ്ക്കുന്നത്. അപ്പോൾ ഇപ്പം നമ്മൾ തൂ തൂം നീ എന്ന് പറയുന്നത് അത് എന്ത് തന്നെയാണ്? ഈശ്വരൻ തന്നെയാണ്. അല്ലെങ്കിൽ നമ്മൾ തത്വമസി എന്നാണ്. എന്താണ്? അത് നീ തന്നെയാണ്, അല്ലേ? ശബരിമലയുടെ നമ്മൾ പോകുമ്പോൾ വലിയ ഒരുക്കങ്ങൾക്ക് ശേഷം 40 ദിവസത്തെയൊക്കെ ഒരുക്കങ്ങൾക്ക് ശേഷം മല കയറി അവിടെ ചെല്ലുന്നു കഴിയുമ്പോൾ നടയിൽ എഴുതി വെച്ചിരിക്കുന്നത് എന്താണ്? അത് തത്വമസി എന്നാണ്. തൂ, അത് തന്നെ, നീ തന്നെയാണത് എന്നാണ്. അത് ഈശ്വരൻ നിന്നെ തന്നെയാണ് വസിക്കുന്നത് എന്നുള്ളതാണ്. അപ്പം നിന്റെ ശരീരം തന്നെയാണ് യഥാർത്ഥ ദേവാലയം, അമ്പലം എന്ന് പറയുന്നത്. അപ്പം ആ ഒരു കാഴ്ചപ്പാട് തന്നെയാണ് ഇവിടെ കബീർദാസും മുന്നോട്ട് വയ്ക്കുന്നത്. തൂ തൂ കർത്ത തൂ ഭയ മുജ്മേ രഹി നഹൂ വാരി ഫേരി ബലി ഗൈ ജിദ് ദേഖോ തിദു തു. അപ്പൊ എവിടെ നോക്കിയാലും നിന്നെ തന്നെയാണ് കാണാനായിട്ട് സാധിക്കുക എന്നുള്ളതാണ്. അപ്പോ ഇതിന്റെ അർത്ഥം നമ്മൾ ഹിന്ദിയിൽ എങ്ങനെ എഴുതും? ഈശ്വര സ്മരൺ അല്ലെ സാധന കർത്തേ കർത്തേ സാധക് ബ്രഹ്മമയ ഹോ ജാത. അപ്പോ ഈശ്വരനെ, ബ്രഹ്മത്തെ പൂജിക്കുന്ന, ഈശ്വരനെ പൂജിക്കുന്ന ആള്, ഭക്തൻ, അവസാനം ഈശ്വരനുമായിട്ട് ലയിച്ച് ബ്രഹ്മമായി തന്നെ തീരുകയാണ്. അപ്പോ യഹ് ജീവാത്മാ കഹത്താഹ. അപ്പൊ ഇത് ഈ സന്യാസിമാരുടെ ഇടയിലുള്ള ഒരു ഈ ഭാഷാ രീതിയാണ്, ജീവാത്മാ പരമാത്മ എന്നൊക്കെ പറയുന്നത്. അപ്പോൾ ജീവാത്മാവ് അത് ഒരു കാഴ്ചപ്പാടാണ്. അപ്പോൾ നമ്മുടെയുള്ള ജീവാത്മാവ് ഈശ്വരനുമായിട്ട് ചേരുന്ന, പരമാത്മാവിനോട് ചേരാനായിട്ട് വെമ്പൽ കൊണ്ടുകൊണ്ടിരിക്കുകയാണ്. ആ ജീവാത്മാവ് അതിനെ നമ്മൾ പരസ്പരം സ്നേഹിക്കുന്ന സ്ത്രീയും പുരുഷനും പോലെ അങ്ങനെയും താരതമ്യപ്പെടുത്തി പറയാറുണ്ട്. അപ്പം അങ്ങനെ പല രീതിയിൽ യഥാർത്ഥത്തെ ആളുകളിലേക്ക് എത്തിക്കുവാനായിട്ട് പല രീതിയിൽ ഉള്ള ശ്രമങ്ങളാണ് ഈ സന്യാസിമാർ നടത്തിയിട്ടുള്ളത്. അപ്പം അതിവിടെ നമ്മൾ നോക്കി, തേരാ ധ്യാൻ നിരന്തർ കർത്തേ കർത്തേ മേ തൂഹി ഹോകയ. അപ്പം നിന്റെ കുറിച്ച് നിരന്തരം ചിന്തിച്ച് ചിന്തിച്ച് ഞാൻ നിന്റെ ഒരു ഭാഗമായി തീർന്നിരിക്കുകയാണ്. തേരേഹി സ്വരൂപ് കോ പ്രാപ്ത് ഹോ ഗയി ഹെ. അപ്പോ
ഈശ്വരാംശമായി ഈശ്വരനിലേക്ക് ലയിച്ച് ചേരുകയാണ്. മുജ്മേ അഹംഭാവ് അർത്ഥാത് അഹംഭാവ് നഹി രഹുകയായിരുന്നു. അപ്പം ഈ അഹങ്കാരം അല്ലെ അഹം എന്ന ചിന്ത തന്നെ നഷ്ടപ്പെട്ടു പോവുകയാണ്. ഇസ് പ്രകാർ ഭഗവാൻ പർ ന്യോച്ഛാവർ ഹോത്തെ ഹോത്തെ മേ പൂർണ്ണതയാ സമർപ്പിത് ഹോ ഗയ. അങ്ങനെ നമ്മുടെ അഹം ചിന്ത പൂർണ്ണമായി നശിച്ച് അത് എന്തായാലും ഈശ്വരനോട്ട് പൂർണ്ണമായി സമർപ്പിച്ച് നമ്മിലെ ഞാൻ എന്നത് ഇല്ലാതായി മാറുകയാണ്. അബ് തോ മേ ജിതർ ദൈത്യ ഹൂ ഉദർ തൂ ഹി ദിഖായി ദേത. അപ്പൊ എവിടെ നോക്കിയാലും ജിതർ ദൈത്യ ഹൂ തുമേ ഉദർ തൂ ഹി ദിഖായി, എവിടെ നോക്കിയാലും ഈശ്വരനെ കാണുന്ന ഒരവസ്ഥ. അപ്പോ സാരാ ജഗത് ബ്രഹ്മമയ ഹോ ഗയ. ലോകം മുഴുവൻ എവിടെ നോക്കിയാലും ഈശ്വരനാൽ നിറഞ്ഞിരിക്കുന്ന ലോകത്തെ കാണാനായിട്ട് സാധിക്കും. അപ്പൊ ഇതാണ് മൂന്നാമത്തെ ദോഹയില് പറഞ്ഞിരിക്കുന്നത്. ഇനി നാലാമത്തെയും അവസാനത്തെയുമായ ദോഹ നമുക്ക് നോക്കാം. വിരഹിനി ഊഫി പന്ത് സിരി പന്തി മുझे ധായി एक शब्द कही पीव का कबरे मिलेगे आई. ഒന്നുകൂടെ വായിക്കാം. बिरहिणी ऊफी पंत सिरी पंथी बूझे धाई एक शब्द कही पीव का कबरे मिलेगे आई. അപ്പൊ ബിരഹിണി എന്ന് വെച്ച് കഴിഞ്ഞാൽ ബിരഹിണി എന്ന് വെച്ചാൽ വിരഹിണി, ഭർത്താവിൽ നിന്നും അകന്നിരിക്കുന്ന ഭാര്യ അല്ലെങ്കിൽ തന്റെ പ്രിയതമനിൽ നിന്നും അകന്നിരിക്കുമ്പോഴുള്ള അവസ്ഥയാണ് വിരഹിണി. അത് വളരെ പ്രിയതമനെ പിരിഞ്ഞിരിക്കുന്ന അവളാണ് വിരഹിണി. അതുപോലെ ഊഫി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഖടീഹ എന്നാണ്, നിൽക്കുക എന്നുള്ളതാണ്. പത് സിരി എന്ന് വെച്ചാൽ രാസ്തേക്ക് ചോർപ്പ് എന്നാണ്, വഴിയുടെ സൈഡിൽ നിൽക്കുക എന്നാണ് ഒരു. അതുപോലെ പന്തി എന്ന് വെച്ച് കഴിഞ്ഞാൽ വഴിയാത്രക്കാരൻ എന്നാണ് അതിന്റെ അർത്ഥം. അതുപോലെ ബൂച്ചെ, ബൂച്ച എന്ന് വെച്ച് കഴിഞ്ഞാൽ പൂച്ച എന്നാണ്, ചോദിക്കുക, പൂച്ചന എന്നാണ്. അതുപോലെ ധായി എന്ന് വെച്ചാൽ ദൗഡ്കർ, ഓടിച്ചെന്നു എന്നുള്ളതാണ്. സബദ് എന്ന് വെച്ചാൽ ഇവിടെ ശബ്ദം എന്നാണ്. കഹി എന്ന് വെച്ച് കഴിഞ്ഞാൽ കഹോ എന്നാണ്, കഹി. പീവ്, പീവ് എന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രേതം എന്നാണ്. പീവ് ഇവിടെ പരമാത്മാവ് ആണ്. ജീവാത്മാവ് പരമാത്മാവിനോട് ചേരാനായിട്ട് ആഗ്രഹിക്കുന്നു എന്നുള്ളതാണ്. അപ്പൊ പ്രിയതമനോട് ചേരാനായിട്ട് ആഗ്രഹിക്കുന്നു എന്ന് പറയുന്നത്. കബരെ മിലേഗി ആയി എന്ന് വെച്ചാൽ അരേവേ കബ് ആക്ർ മിലേഗി, എന്നാണ് അവർ ഒന്നിച്ചാവുക എന്നുള്ളതാണ്. അപ്പൊ ഒരു പ്രിയതമനെ കാണാനായിട്ട് വെമ്പൽ കൊണ്ടുതിരിക്കുന്ന പ്രിയതമയെ പോലെ ആണ് ഇവിടെ ഈശ്വരനെ കാണാനായിട്ട് വെമ്പൽ കൊണ്ടു നിൽക്കുന്ന ഒരു ഭക്തൻ എന്നാണ്. അപ്പോൾ അതുപോലെയാണ് കബീർദാസ് ഒരു ഭക്തനെ, യഥാർത്ഥ ഭക്തനെ കാണുന്നത് അങ്ങനെയാണ്. അപ്പൊ ഇത് പറയാനുള്ള കാരണം എന്താ, ആളുകൾക്ക് ഇത് മനസ്സിലാകാൻ വേണ്ടി എളുപ്പത്തിന് വേണ്ടിയിട്ടാണ് പറയുന്നത്. അപ്പോൾ നമ്മളിങ്ങനെ സ്നേഹത്തിന്റെയും ഒരു ലവറിന് അവർ തമ്മിലുള്ള സ്നേഹം പറയുമ്പോൾ അതിന്റെ തീവ്രതയൊക്കെ പെട്ടെന്ന് മനസ്സിലാവും. അപ്പൊ അതിനു വേണ്ടിയിട്ടാണ് ഈശ്വരനെ കാണാനുള്ള ആ വെമ്പല് അദ്ദേഹം ഇത്തരത്തിൽ അവതരിപ്പിച്ചിരിക്കുന്നത്. അപ്പൊ ആളുകൾക്ക് പെട്ടെന്ന് മനസ്സിലാകാനായിട്ട് സാധിക്കും. അപ്പൊ അതിന്റെ അർത്ഥം ഹിന്ദിയിൽ പറയുമ്പോൾ എങ്ങനെയാന്ന് നോക്കാം. विरहिणी जीवात्मा की विरह दशा का वर्णन है इसमें. विरहिणी जीवात्मा जीवन के पद के किनारे खड़े होकर, അപ്പോൾ വിരഹിണിയായ ജീവാത്മാവ് ജീവൻ കെ പതുക്കെ കിനെ, ജീവിതമാകുന്ന വഴിയുടെ അരികിൽ നിന്ന് ഖടേ ഹോക്കർ മാർഗ് സെ ഗുസർനെ വാലെ പതിക് റൂപി സാധകോൻ സെ, അപ്പോൾ ആ വഴിയിലൂടെ കടന്നു പോകുന്ന വഴിയാത്രക്കാരാകുന്ന ഭക്തരോട് എന്താണ് ചോദിക്കുകയാണ്. കെ മേരെ പ്രിയക്കെ സംബന്ധമേ ഏക് ശബ്ദ ഭീ തോ കഹോ, എന്റെ പ്രിയനെ കുറിച്ച് ഒരു വാക്ക് പറയുവോ എന്നാണ്. ഏക് ശബ്ദ ഭീ കഹോ, കബ് ആക്ർ മിലേഗെ, എപ്പോഴാണ് ഒന്നും കാണാനായിട്ട് സാധിക്കുക. അപ്പൊ ഇവിടെ പ്രിയൻ എന്ന് പറയുന്നത് ഓരോ എന്താണ് ഈശ്വരനെ എപ്പോഴാണ്, എങ്ങനെയാണ് കാണാൻ സാധിക്കുക, എപ്പോഴും ഈശ്വരനുമായിട്ട് ലയിക്കാനായിട്ട് സാധിക്കും എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് ഇതിലൂടെ പറയുന്നത്. അപ്പൊ ഇതാണ് ഈ 4 ദോഹകൾ. 4 ദോഹകളും വളരെ പ്രധാനപ്പെട്ടതാണ്. ഒന്നുകൂടെ 4 ദോഹകൾ ഒന്നുകൂടെ ഒന്ന് വായിക്കാം. ഒന്നാമത്തെ ദോഹ, സുഖിയ സബ് സംസാർ ഹേ ഖായേ അർ സോവേ
ദുഖിയ ദാസ് കബീർ ഹേ ജാഗെ അരു രോവെ. രണ്ടാമത്തേത് കബീർ സുമിരൻ സാർ ഹേ ഓർ സകല ജഞ്ചാൽ ആദി അന്തി സബ് സോദിയ ദൂജാ ദേഖോ കാൽ. മൂന്നാമത്തേത് തൂ തൂ കർത്താ തൂ ഭയാ മുജ്മേ രഹീ നഹോ വാരി ഫേരി ബലി ഗയി ജിദ് ദേഖോ തിദു തു. നാലാമത്തേത് ബിരഹിണി ഊഫി പന്ത് സിരി പന്ഥി ബൂഛേ ധായ് ഏക് സബദ് കഹി പീവ് കാ കബരെ മിലേഗെ ആയി. അപ്പൊ ഇതിലെ ചോദ്യോത്തരങ്ങൾ ചോദിക്കാൻ സാധ്യതയുള്ള ഒന്ന് എളുപ്പത്തിൽ ഒന്ന് പറഞ്ഞു പോവാം. ദുഖിയ കബീർദാസ് ഹേ കബീർ കെ ദുഃഖ കാ കാരൺ ക്യാ ഹെ എന്നാണ് ഒരു ചോദ്യം. ദുഖിയ ദാസ് കബീർ ഹെ കബീർ കെ ദുഃഖ കാ കാരൺ ക്യാ ഹെ. ഉത്തരം പറയാം. सारा संसार घाकर और सोकर अपना जीवन बिताते हैं और समझते हैं कि वे सुखी है. वे अज्ञान के अंधकार में पड़े हैं. उनकी यह अवस्था देखकर कबीर दुखी है. അപ്പോൾ എന്താണ്, ലോകം മുഴുവനും ഭക്ഷണം കഴിച്ചും ഉറങ്ങിയും ജീവിതം മുന്നോട്ട് പോവുകയാണ്. അവർ വിചാരിക്കുന്നത് അവരുടെ ജീവിതം സുഖകരമായാണ് മുന്നോട്ട് പോകുന്നത്. അപ്പോൾ അജ്ഞാനമാവുന്ന അന്ധകാരത്തിൽ അവർ പെട്ടിരിക്കുകയാണ്. അവരുടെ ഈ അവസ്ഥ കണ്ടപ്പോഴാണ് കബീർദാസിന് ദുഃഖം തോന്നിയത്. രണ്ടാമത്തെ ചോദ്യം കബീർ കി ദൃഷ്ടിമേ ജീവൻ കാ സാർ ക്യാ ഹെ. കബീറിന്റെ കാഴ്ചപ്പാടില് ജീവിതത്തിന്റെ സാരം എന്താണ്? കബീർ കി ദൃഷ്ടിമേ ജീവൻ കാ സാർ നാം സ്മരൺ ഹെ. കബീറിന്റെ ദൃഷ്ടിയിൽ ജീവിതത്തിന്റെ സാരം എന്ന് പറയുന്നത് ഈശ്വര സ്മരണയാണ്. उसकी तुलना में हठयोग तीर्थाടन आदि साधना के अन्य सभी साधन विनाश की ओर ले जाने वाले है. അപ്പോൾ അതുമായി താരതമ്യപ്പെടുത്തുമ്പോൾ മറ്റ് ഈ നാംസ്മരൺ ഇല്ലാതെ ബാക്കി ചെയ്യുന്നതെല്ലാം, ഇനി ഹഠയോഗമാണെങ്കിലും തീർത്ഥാടനമാണെങ്കിലും മറ്റെന്ത് ആരാധനാക്രമങ്ങളാണെങ്കിലും അതെല്ലാം നമ്മളെ ഈശ്വരസ്മരണ ഇല്ലെങ്കിലോ അത് വിനാശത്തിലേക്ക് നയിക്കും എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ എന്ത് കാര്യം മുന്നോട്ട് പോകുമ്പോൾ ഈശ്വരസ്മരണ വേണം എന്നാണ് നമ്മളെപ്പോഴും പറയാറില്ല. താൻ പാതി ദൈവം പാതി. അപ്പോൾ ആ ദൈവത്തിനുള്ള പ്രയർ എന്നുള്ളത് നമ്മുടെ ജീവിതം ഹാർഡ് വർക്കും പ്രയറുമാണ് ഉണ്ടെങ്കിലേ നമുക്ക് ജീവിതത്തിൽ വിജയിക്കാൻ സാധിക്കും. അപ്പോൾ പ്രയർ ഇല്ലാതെ നമ്മൾ മുന്നോട്ട് പോയാൽ അത് എത്ര പരിശ്രമിച്ചാലും അവസാനം വിനാശത്തിലേക്കായിരിക്കും എന്നാണ് കബീർദാസ് പറയുന്നത്. ഇനി മൂന്നാമത്തെ ചോദ്യം ആത്മഭാവിയ അഹങ്കാർ കെ നഷ്ട ഹോനെ കാ പരിണാം ക്യാ ഹോത്താ ഹെ. അഹങ്കാരം നഷ്ടപ്പെട്ടു കഴിയുമ്പോഴുള്ള അവസ്ഥ, അതിന്റെ ഫലം എന്തായിരിക്കും? നമ്മളെ അഹംചിന്ത പോകുമ്പോൾ. ആത്മഭാവിയ അഹങ്കാർ കെ നഷ്ട ഹോനെ पर സമ്പൂർണ്ണ ജഗത് ബ്രഹ്മഭായി ദിഖായി ദേനെ ലഗ്താ ഹെ. അപ്പൊ നമ്മളിലെ അഹം ഇല്ലാതായി കഴിയുമ്പോൾ എന്താ സംഭവിക്കുക? ലോകം മുഴുവനിലും നമ്മിലെ ഞാൻ, ഇപ്പം ഞാൻ എന്നിലുള്ളപ്പോൾ എനിക്ക് വേണ്ടി നാം എപ്പോഴും പ്രവർത്തിച്ചുകൊണ്ടിരിക്കും. അപ്പൊ എന്നിലെ ഞാൻ അങ്ങ് പോയി കഴിഞ്ഞാൽ എല്ലാവരിലും ഞാൻ കാണാനായിട്ട് സാധിക്കും. അപ്പം നമ്മുടെ ചുറ്റുമുള്ള എല്ലാവരുടെയും നന്മയ്ക്ക് വേണ്ടി നമ്മൾ പ്രവർത്തിക്കും. ഇസ്കി സിദ്ധാവസ്ഥ യാ ജ്ഞാൻ ദശാകാതെ, അതാണ് യഥാർത്ഥ ജ്ഞാനാവസ്ഥ എന്ന് പറയുന്നത്. എല്ലാവരിലും നമ്മെ കാണാനായിട്ട് സാധിക്കുന്ന അവസ്ഥയാണ്. അടുത്ത ചോദ്യം വിരഹിണി ജീവാത്മാക്കി സ്ഥിതി ക്യാ ഹെ. വിരഹിണിയായ ജീവാത്മാവിന്റെ അവസ്ഥ. അപ്പം ജീവാത്മാവ് എന്ന് പറയുന്നത് ഓരോ മനുഷ്യനുള്ള ആനെയാണ് ഉദ്ദേശിക്കുന്നത്. പരമാത്മാവ് എന്ന് പറഞ്ഞാൽ ഈശ്വരാംശമാണ്, യഥാർത്ഥ ഈശ്വരനാണ്. അപ്പൊ ജീവാത്മാവ് പരമാത്മാവിലേക്ക് കണ്ടെത്താനായിട്ട് ഇങ്ങനെ നിരന്തരം പരിശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. അതാണ് യഥാർത്ഥമായ ഭക്തന്റെ പ്രവർത്തനം. വിരഹിണി ജീവാത്മാ പദ് പർ ആംഖേം ബിഛായെ പ്രിയക്കി പ്രതീക്ഷാമേ രേത്തി ഹെ. വിരഹിണിയായ ജീവാത്മാവ് എന്താണ്, തന്റെ കണ്ണുകൾ പ്രിയനെ പ്രതീക്ഷയിൽ ഇങ്ങനെ ഇരിക്കുകയാണ്. और रास्ते से गुजरने वाले हर पथिक से आदरदा से पूछती है. അത് വഴിയിലൂടെ പോകുന്ന എല്ലാ വഴിയാത്രക്കാരോടും ചോദിക്കുകയാണ്, ഹേ പഥിക് ഏ ശബ്ദ തോ ബതാവോ കി പ്രിയതം കബ് ആക്കർ മുജ്സെ മിലേഗി. ഒരു വാക്ക് പറയാവോ, എന്റെ പ്രിയതം എന്നെ എപ്പോഴാണ് വന്ന് കാണുന്നത്, എന്നെ വന്ന് കാണുന്നത് എന്നുള്ളതാണ്. അപ്പോൾ ഇതാണ് ഇതുമായി ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട ചോദ്യങ്ങൾ. അപ്പോൾ ഇതിന്റെ ഈ വ്യാഖ്യ നിങ്ങൾക്ക് പ്രയോജനപ്രദമായി കാണും എന്ന് കരുതുന്നു. നന്ദി, നമസ്കാരം.